നിങ്ങൾ ഏതൊരു UPSC ആസ്പിരൻറ്റിനോടും പോയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു നോക്ക്. എല്ലാവരും ഒരു ഉത്തരം മാത്രമേ പറയത്തുള്ളൂ, സാറ്റിസ്ഫൈഡ് അല്ല എന്ന്. ഐ എം വിനായക്, ദിസ് ഈസ് UPSC വേൾഡ് ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇന്നത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം കൂടി കെട്ടിപ്പൊട്ടി പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് ആണ്, ഇന്ന് കുറച്ചും കൂടി പഠിക്കായിരുന്നു, കുറച്ചും കൂടി നോക്കായിരുന്നു. എല്ലാ UPSC ആസ്പിരൻസിൻ്റെയും മൈൻഡിലുണ്ടാകുന്നൊരു തോട്ടാണ് കേട്ടോ ഇത്. ഇത്ര വലിയൊരു UPSC സിലബസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. നമ്മൾ ഒരു ദിവസം എത്ര ശ്രമിച്ചാലും 1-2 സബ്ജക്റ്റുകൾക്ക് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആൻഡ് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടാകും. അതും എടുത്ത സബ്ജക്റ്റിൻ്റെ മൊത്തം ടോപ്പിക്കുകൾ തീർക്കാൻ വേണ്ടി പറ്റുമോ? അതുമില്ല. എന്നാൽ ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് കൂടുതൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ നല്ല ടയേർഡായിരിക്കും. പക്ഷേ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു പവർ എഞ്ചിൻ കൂടി. കാരണം അടുത്ത ദിവസം ഇതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ വീണ്ടും രാവിലെ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ പവറൊക്കെ ഉണ്ടല്ലോ, അത് മതി നമുക്ക്. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, UPSC ഡിമാൻഡ്സ് കൺസിസ്റ്റൻസി. നമ്മൾ ദിവസവും ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാണോ, അതിനുള്ള റിസൾട്ട് നമുക്ക് ഇവൻച്വലി എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് എന്തായാലും കിട്ടും. ഞാൻ എന്തായാലും എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ നിർത്തി വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ മനസ്സിലാക്കാനും ഇപ്പോഴും കുറച്ചുണ്ട്. എത്ര ശ്രമിച്ചിട്ട് നമുക്ക് വിചാരിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നല്ലോ എന്നുള്ളൊരിതാണ്. ആൻഡ് നിങ്ങളൊരു പുതിയൊരു ആസ്പിരൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഒരു UPSC ആസ്പിരൻ്റ് ആരാണെങ്കിലും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അവരവരുടെ ജേർണി ഫിനിഷ് ചെയ്യുന്നത്. എല്ലാവരും ഇതന്നെയാണ് ഫേസ് ചെയ്യുന്നത്. യു ആർ നോട്ട് അലോൺ, യു ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ചില ദിവസങ്ങളിൽ ഭയങ്കര മോണോട്ടോണസ് ആയിട്ടുള്ള റൂട്ടീൻ പോലെ തോന്നും, ഒറ്റപ്പെട്ട പോലെ തോന്നും, ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അതെല്ലാം കൂടി കഴിഞ്ഞ് രാത്രി വന്നിരുന്ന് ഒന്ന് മിററിൽ നോക്കിയിട്ട് യു ഡിഡ് വെരി വെൽ ടുഡേ എന്ന് സ്വന്തം പറയാം. അതിനുശേഷം ഒന്ന് പോയി കിടക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് നെക്സ്റ്റ് ഡേക്ക് വേണ്ടി റെഡിയാക്കാം. ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും you got this, do not worry, because UPSC will take some time but definitely will come to you if you keep that consistency. I'm Vinayak, this is UPSC world and you got this. Stay hydrated. ഇപ്രാവശ്യം കറക്റ്റ് പറഞ്ഞു കേട്ടോ. എന്തായാലും ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം. സാറ്റിസ്ഫാക്ഷനോടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ചെയ്യാം.